നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡയപ്പർ, അതായത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡയപ്പറാണ്. ഇതിലും ബെസ്റ്റ് ഒരെണ്ണം എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാണ്, ഇത് ഒരുപാട് പേര് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാമോ എന്ന് ചോദിച്ച ഒരെണ്ണം കൂടിയാണ്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഡയപ്പർ. ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബംപ്ടമിൻ്റെ അൾട്രാ സോഫ്റ്റ് പാൻസാണ് കേട്ടോ. ഇതിൻ്റെ നോർമൽ പാൻസും ഉണ്ട്, ഇത് അൾട്രാ സോഫ്റ്റാണ്. അൾട്രാ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ പ്രത്യേകത പറയാം കേട്ടോ. ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോട്ടൺ ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലീക്ക് പ്രൂഫായിട്ടുള്ള ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഇലാസ്റ്റിക്. അതുകൊണ്ട് ലീക്കാവുമെന്ന് പേടിയൊന്നും വേണ്ട. ഒട്ടും ടൈറ്റൊന്നും അല്ല കേട്ടോ. അവൾക്ക് ഞാൻ ലാർജാണ് സൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ ലാർജ് സൈസ് ഓക്കെയാണ് ആൾക്ക്. ഇതുവരെ റാഷസും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തിന് മേളിലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 62 നമ്പേഴ്സിൻ്റെ പാൻറ്റ് ഒരു പാക്കറ്റിന് 500 രൂപ. 500 രൂപ ചിലപ്പോൾ ഓഫേഴ്സിൽ അതിലും കുറവിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 to 8 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ സ്ഥലത്തു നിന്നുള്ള ഒരു നല്ല പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം ഒരുപാട് പ്രോഡക്ട്സ് ഓവർ പ്രൈസ് ആയിട്ടുള്ള, എന്നാൽ പരസ്യം കണ്ടിട്ട് നമ്മൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നുണ്ട്. റാഷസ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ റാഷായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഇലാസ്റ്റിക് ഇത് വരുന്നത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ മോശമായിട്ടുള്ളത് വാങ്ങി ഉപയോഗിച്ചിട്ട് എന്തായാലും റിവ്യൂ പറയില്ലോ. ഇത് മോൾക്കിപ്പോൾ ഒരു മാസത്തിന് മേളിലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു പാക്കറ്റ് ഒരു പകുതിയോളം തീർന്നു. 2 മാസം എങ്ങനെ പോയാലും 2 മാസമല്ല അതിൽ കൂടുതൽ ഉപയോഗിക്കാം. കാരണം ഞാൻ രാത്രി മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഡയപ്പർ ഉപയോഗിക്കുന്നതെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് ബോയ്സിനെ പോലെ അത്ര എളുപ്പമല്ല നൈറ്റ് പെൺകുട്ടികൾക്ക് ഈ ഒരു ഡയപ്പർ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. നമുക്ക് സുഖമായിട്ട് കുട്ടികൾക്കും നമുക്കും ഒക്കെ സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ. കാരണം ആൺകുട്ടികൾക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ രാത്രി ഡയപ്പർ ഉപയോഗിക്കൽ നിർത്തിയതാണ്. വല്ലപ്പോഴും ഒക്കെ അവൻ കിടന്ന് മുള്ളുമായിരുന്നു, എന്നാൽ പോലും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഞാൻ അവനെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിക്കും. നമുക്ക് കുഴപ്പമില്ല, എടുത്തുകൊണ്ട് പോയിട്ട് അവരെ ജസ്റ്റ് പാൻ്റ് അങ്ങോട്ട് അല്ലെങ്കിൽ നിക്കർ എന്താണോ ഇടിച്ചേക്കുന്നത് അതങ്ങ് താത്തി കൊടുത്താൽ അവരെ ഉറക്കത്തിലാണെങ്കിലും നിന്ന് മുള്ളിക്കോളും ബാത്റൂമിൽ എത്തി എന്നറിഞ്ഞ് കഴിയുമ്പോൾ. മൂത്രം ഒഴിക്കാനായിട്ട് തോന്നിയിരിക്കുവാണെങ്കിൽ. പക്ഷേ പെൺപിള്ളേർ നമുക്ക് അങ്ങനെയല്ലോ, നമ്മൾ ഡ്രസ്സ് ഊരിച്ച് ഇരുത്തിച്ച് അപ്പോഴേക്കും അവരുടെ ഉറക്കം പോവും. പിന്നെ മോനായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഉറക്കം പോയാലും ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പം കിടത്തി അവന് പാല് കൊടുത്ത് അവൻ ഉറങ്ങിപ്പോക്കുള്ളായിരുന്നു. അപ്പോൾ ദച്ചുക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പാലും കൊടുക്കാൻ പറ്റില്ല. രാത്രിയിലെ ഫോർമുല മിൽക്കും പിന്നെ നമ്മുടെ പശുമ്പാലും ഒക്കെ രാത്രി കുടിപ്പിക്കുന്ന ഒരു വിധത്തിലാണ് നിർത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് അതെന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ വഴക്കെടുത്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി മാത്രം ഇങ്ങനെ ഡയപ്പർ ഇടുന്നുണ്ട്. പിന്നെ ഒത്തിരി ദൂരം എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ട്, അതായത് 4-5 മണിക്കൂറത്തേക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കും. അല്ലാതെ നമ്മുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഡയപ്പർ ഇടില്ല കേട്ടോ. കാരണം അവൾ മൂത്രം ഒഴിക്കാറില്ല. ഇപ്പോൾ അവൾ പറയും നമ്മുടെ അടുത്ത് മൂത്രം ഒഴിക്കണം അമ്മയെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഡയപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു ബംപ്ടമിൻ്റെ. അപ്പം ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആമസോണിലും കാണും. അപ്പം ലിങ്ക് ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇതിൻ്റെ താഴെ. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.